ഗുഡ് മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോസ്റ്റിങ്ങിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഹോസ്റ്റിങ്ങിൽ 2 തരമുള്ള ഹോസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏകദേശം 8 തരത്തിലുള്ള ഹോസ്റ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 2 തരത്തിലുള്ള ഹോസ്റ്റിങ്ങാണ് നമുക്ക് ആവശ്യമെന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലേ. ഒന്ന് ഷെയർഡ് ഹോസ്റ്റിംഗ്, ഒന്ന് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് എടുക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ് നല്ലത്. ഇനി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് സൈറ്റൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഡൗൺ ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സൈറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് വരിക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൗഡ് ഹോസ്റ്റിങ്ങിനകത്ത് അത് കമ്പാരിറ്റീവ്ലി പ്രൈസ് ഭയങ്കര കൂടുതൽ സ്പേസ് വരുന്നുണ്ട്. അത് ആ ഒരു കാരണം മാത്രമല്ല, ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ സെർവർ ഉണ്ടായിരിക്കും. ആ ഫിസിക്കൽ സെർവറിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു സെർവർ കൺസെപ്റ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു സെർവർ സ്പേസ് നമുക്ക് തരും. ഒരു സെർവറായിട്ട് തന്നെ നമുക്ക് തരും. ആ ഒരു സെർവറായിട്ട് തന്നെ അല്ല ശരിക്കും തരുന്നത്, അതിൻ്റെ ഡാറ്റാ സെൻറ്ററുകൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയുള്ള സ്പേസുകളിൽ നമ്മളുടെ വെബ്സൈറ്റ് അപ്പായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമ്മളിപ്പം ഇന്ത്യയിലാണ് നമ്മളുടെ വെബ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അമേരിക്കയിൽ നിന്നിട്ടാണ് ഒരാളത് എന്ത് ചെയ്യുന്നത്, ബ്രൗസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്കയിലുള്ള ഒരു ഡാറ്റാ സെൻറ്ററിലായിരിക്കും ഇതിൻ്റെ ഒരു കോപ്പി കിടക്കുന്നതും ആ കോപ്പിയിൽ നിന്നായിരിക്കും അവർക്കവിടെ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതും. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മളുടെ മെയിൻ സെർവറിലേക്ക് അതേ സമയം തന്നെ അവരെന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അപ്പം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ളത് കിട്ടും. ഒരിക്കലും ഡൗൺ ആയിട്ട് കിടക്കില്ല. നമ്മളുടെ മെയിൻ സെർവർ ഡൗൺ ആയാൽ പോലും ഡാറ്റാ സെൻറ്ററുകളിലുള്ള സെർവറിലൂടെ ഇതിൻ്റെ വർക്കുകൾ നടക്കും. ആ കമ്മ്യൂണിക്കേഷൻ നമ്മളുമായിട്ട് സാധ്യമായിരിക്കും. അപ്പം അത് ഒരു സമയത്ത് പോലും ഡൗൺ ആവാത്ത വിധത്തിലുള്ള ഇ-കൊമേഴ്സ് സൈറ്റുകളോ അങ്ങനെയുള്ള സൈറ്റുകളോ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ചാണ് നമ്മളുടെ ഹോസ്റ്റിംഗ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മളൊരു ചെറിയൊരു ബിസിനസ്സാണ്, അധികം ആൾക്കാരൊന്നും കയറാനില്ലാത്തൊരു ബിസിനസ്സാണെങ്കിൽ ഷെയർഡ് ഹോസ്റ്റിംഗ് മതി. എന്നാൽ കുറച്ചും കൂടെ ആൾക്കാർ കയറാനുണ്ട്, നമുക്ക് ഇമെയിൽ അഡ്രസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാവണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഡെഡിക്കേറ്റഡ് വേണം. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് പ്ലാൻ നമുക്ക് വേണം. നമുക്ക് അതിനേക്കാൾ വലിയ സർവീസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഒരു ഇ-കൊമേഴ്സ് സൈറ്റൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയം, ഏത് സമയവും, അതായത് ഒരു സെക്കൻഡ് പോലും ഡൗണായി കിടക്കാതെ റൺ ചെയ്യേണ്ട ഒരു സെർവറാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് ആ ഒരു തരത്തിൽ മനസ്സിലാക്കുക, ഷെയർഡ് ഹോസ്റ്റിംഗ് മനസ്സിലാക്കുക, പിന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഹോസ്റ്റിങ്ങിൻ്റെ പ്ലാനൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണം, നമ്മളുടെ ബിസിനസ് നമുക്ക് ഏതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു വെബ്സൈറ്റ് ആക്കിയിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ബിസിനസ് വെബ്സൈറ്റായിട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം നമ്മൾ ആ ബിസിനസ്സിൻ്റെ പേരും അഡ്രസ്സും പിന്നെ അവിടേക്ക് എത്താനുള്ള ഗൂഗിൾ മാപ്പ് വഴി അവിടേക്ക് എത്താനുള്ള കറക്റ്റ് ഏരിയയും മാപ്പിനകത്തുള്ള നമ്മളുടെ പിൻ പോയിൻറ്റും എല്ലാ സാധനങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് വേണ്ടത് നമ്മൾക്ക് എത്ര പേജസ് ആണ് ആവശ്യം എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ കരുതുക. സാധാരണഗതിയിൽ സാധാരണ ചെറിയ വെബ്സൈറ്റുകളിലൊക്കെ 4 പേജ് അല്ലെങ്കിൽ 5 പേജാണ് ആവശ്യം വരുന്നത്. അതിൻ്റെ ഒരു ഹോം പേജ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടായിരിക്കും. ഹോം പേജിനകത്താണ് നമ്മൾ നേരെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് നിൽക്കുന്ന ഒരു പേജുണ്ട്. അതിനെയാണ് നമ്മൾ ഹോം പേജ് എന്ന് പറയുന്നത്. ഈ ഹോം പേജിൽ നിന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ പേജസിലേക്കും യാത്ര പോകുന്നത്. ആ ലിങ്കുകൾ എല്ലാം ഹോം പേജിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹോം പേജിനകത്ത് നമ്മളുടെ മെയിൻ കണ്ടൻറ്റുകൾ, എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ വരുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്, നമ്മളുടെ ബെനിഫിറ്റ് എന്താണ്, അങ്ങനെ നമ്മളെ പറ്റിയുള്ളൊരു വിവരണം, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു വിവരണം, പിന്നെ നമ്മൾക്ക് എത്തിച്ചേരാനുള്ള സ്ഥലത്തിൻ്റെ ജസ്റ്റ് ഒരു വിവരണം, നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സാധനത്തിൻ്റെ പിക്ചർ ഇറക്കാനുള്ള ഒരു വിവരണം എല്ലാം ഏതിനകത്ത് വേണം, നമ്മളുടെ ഹോം പേജിനകത്ത് വേണം. ഓക്കെ, രണ്ടാമത്തെ പേജ് എബൌട്ട് അസ് എന്ന് പറയുന്ന ഒരു പേജായിരിക്കും സാധാരണ ചെയ്യുന്നത്. അത് നമ്മളുടെ ബിസിനസ് എന്താണെന്നും
നമ്മളുടെ മാർക്കറ്റിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ അവൈലബിലിറ്റി എന്താണെന്നുള്ളതും നമ്മളുടെ ഡിമാൻഡ് എന്താണെന്നുള്ളതും നമ്മളുടെ ബിസിനസ്സിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളതും നമ്മളുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതും അങ്ങനെയുള്ള നമ്മളുടെ കാര്യങ്ങൾ എല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, എബൌട്ട് അസ് എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. എബൌട്ട് അസ് പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് പേജാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പേജിനകത്ത് നമുക്ക് എന്ത് വേണം, നമ്മളുടെ പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസുകൾ, ഏതെല്ലാം പ്രൊഡക്റ്റാണോ നമ്മൾക്ക് ആവശ്യമുള്ളത്, നമ്മൾ കൊടുക്കുന്നത്, ഏതെല്ലാം സർവീസാണോ കൊടുക്കുന്നത്, അത് കൃത്യമായിട്ട് ഈ എന്ത് ചെയ്യണം, സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു പേജിനകത്ത് നമ്മൾ കൊടുക്കുക. ഇനി ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനെയും വേറൊരു പേജിലേക്ക് ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം ഡീറ്റെയിൽസ് ആ പേജിനകത്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ ഹോം പേജിൽ തുടങ്ങി കോണ്ടാക്റ്റ് അസ് എന്ന് പറയുന്ന പേജിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു ജേണി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ലിങ്കിലൂടെ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ സെർച്ച് എഞ്ചിനുകൾക്ക് നമ്മളുടെ പേജ് ഇഷ്ടപ്പെടുകയുള്ളൂ, നമ്മളുടെ വെബ്സൈറ്റ് ഇഷ്ടപ്പെടുകയുള്ളൂ. അതും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിരിക്കണം, സെർച്ച് എഞ്ചിനുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിലായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അതിന് കുറച്ച് വെബ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമത്തെ, ഒരു ഹ്യൂമൻ ബീയിങ് ആണ് നമ്മളുടെ വെബ്സൈറ്റ് കാണുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്കും കൃത്യമായിട്ട് എന്ത് മനസ്സിലായിരിക്കണം, ഈ വെബ്സൈറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ വെബ്സൈറ്റ് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്, അല്ലെങ്കിൽ അവരെന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എവിടെയുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള നമ്മൾ എന്താണോ എഴുതുന്നത് അത് വളരെ കൃത്യമായിട്ടായിരിക്കണം വെബ്സൈറ്റിനകത്ത് കൊടുക്കേണ്ടത്. കഴിയുന്നതും വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളിൽ മാത്രമേ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പാസീവ് ആക്റ്റീവ് വോയിസിലായിരിക്കണം ചെയ്യേണ്ടത്. പാസീവ് വോയിസുകൾ വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർക്ക് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലേ നമ്മളുടെ വെബ്സൈറ്റ് അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അറേഞ്ച് ചെയ്ത വെബ്സൈറ്റുകൾക്ക് മാത്രമേ സെർച്ച് എഞ്ചിൻ മാർക്ക് കൊടുക്കുകയുള്ളൂ, അവരെന്ത് ചെയ്യുള്ളൂ, ഇൻഡെക്സ് ചെയ്യുകയുള്ളൂ. അപ്പോൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ആദ്യം ഹോസ്റ്റിംഗ് പറഞ്ഞു, ഹോസ്റ്റിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഏത് ലാംഗ്വേജിലാണ് അല്ലെങ്കിൽ എന്തിലാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതി. നമ്മൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളോടധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേർഡ് പ്രസ് സൈറ്റിലോ അല്ലെങ്കിൽ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോഡായിട്ട് എഴുതുന്നതിനെയാണ് HTML എന്ന് പറയുന്നത്. അതേസമയം വേർഡ് പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനുണ്ട്. ജസ്റ്റ് ക്ലിക്ക്, ഡ്രാഗ്, ഡ്രോപ്പ്, ഈ 3 എണ്ണത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നതും വേർഡ് പ്രസ് വെബ്സൈറ്റ് ഡിസൈനിങ് ആണ്. അപ്പോൾ ആ ഡിസൈനിങ്ങിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ ക്ലാസ്സിൽ ഇനി നമുക്ക് പഠിക്കാം.